Honda Civic with laptop, Subaru with laptop, Lancer Evo with laptop. ലാപ്ടോപ്പിലാണ് ഇപ്പോൾ കാര്യം. 100 ഹോഴ്സ് പവറുള്ള വണ്ടി വരണു, ഡൈനോയിൽ കയറണു, ഒരുത്തൻ ലാപ്ടോപ്പ് വെച്ച് കുറച്ച് കീസ് അമർത്തണു, 500-600 ഹോഴ്സ് പവർ ആയിട്ട് തിരിച്ചു പോകണു. ഇതെന്തോന്ന് ശൂന്യതയെന്ന് പവർ ഉണ്ടാക്കണം. It's all in the tune, baby. Today's topic, ECU tuning. ECU tuning. എന്താണ് ട്യൂണിങ്? എന്താണ് ട്യൂണിങ്? ആരാണ് ട്യൂണിങ്? ട്യൂണിങ്ങിനെ പറ്റി പറയുന്നതിന് മുമ്പ് എഞ്ചിൻ്റെ കുറച്ച് ബേസിക്സ് വർക്കിംഗ് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ അറിയായിരിക്കും, പക്ഷേ ഞാൻ ഇത് പറഞ്ഞേ ആകണം ഗോബു. ഇനി എഞ്ചിൻ ബേസിക്സ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒരു 5 സെക്കൻഡ് സ്കിപ്പ് ചെയ്യും, എന്നിട്ടും തീർന്നില്ല ഒരു 10 സെക്കൻഡ് കൂടെ സ്കിപ്പ് ചെയ്യും. എഞ്ചിൻ്റെ ഉള്ളിൽ പവർ ഉണ്ടാക്കുന്നതൊക്കെ 3 സാധനം വേണം: എയർ, ഫ്യൂല്, സ്പാർക്ക്. ഫസ്റ്റ് സ്റ്റേജിൽ എയറിനും ഫ്യൂലിനെയും സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് വലിക്കും, സെക്കൻഡിൽ അത് കംപ്രസ് ചെയ്യും, തേർഡിൽ അത് സ്പാർക്ക് കൊടുത്ത് പൊട്ടിക്കും. ആ പവർ കാരണം പിസ്റ്റൺ താഴത്തോട്ട് പോകും. പിന്നത്തെ ഓട്ടം തിരിച്ചു വരുമ്പോൾ ഈ കത്തി കഴിഞ്ഞ ഗ്യാസിനൊക്കെ പുറത്തേക്ക് ചവിട്ടി കളയും. ഇതാണ് ബേസിക്സ്. ഈ സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. സിമ്പിൾ അല്ലേ? ബെസ്റ്റ് പെർഫോമൻസും മോസ്റ്റ് എഫിഷ്യൻസിയും കിട്ടണമെങ്കിൽ നമ്മൾ ഈ സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് അകത്ത് കയറുന്ന എയർ ഫ്യൂൽ മിക്സ്ചറിന് ഒരു റേഷ്യോ ഉണ്ടാവും, ഒരു പ്രോപ്പർ റേഷ്യോ. അതിനാണ് എയർ ഫ്യൂൽ റേഷ്യോ എന്ന് പറയുന്നത്, AFR വാല്യൂ. കുറച്ച് ഫ്യൂലും കുറേ എയർ ആണെന്നുണ്ടെങ്കിൽ അതിന് ലീൻ കണ്ടീഷൻ എന്ന് പറയും. മര്യാദയ്ക്ക് പവർ ഉണ്ടാവില്ല, എഞ്ചിൻ ഓവർ ഹീറ്റ് ആവും. അതേപോലെ തന്നെ കുറേ ഫ്യൂലും ഇച്ചിരി എയർ ആണെന്നുണ്ടെങ്കിലും പ്രശ്നമാണ്, മര്യാദയ്ക്ക് കമ്പഷൻ നടക്കില്ല, കത്താത്ത ഫ്യൂലൊക്കെ പുറത്തോട്ട് പോകും. അപ്പോൾ മൈലേജ് ടാറ്റാ. അതുകൊണ്ട് എയർ ഫ്യൂൽ റേഷ്യോ കറക്റ്റ് ആണ്, കൂടാനും പാടില്ല കുറയാനും പാടില്ല. നീഡ് ടു ബി ജസ്റ്റ് റൈറ്റ്. അങ്ങനെ കറക്റ്റ് അളവിൽ ഈ സാധനങ്ങൾ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അളവ് നമുക്ക് നേരത്തെ അറിയണ്ടേ? അതാണ് സ്റ്റോഷിയോമെട്രിക് റേഷ്യോ, ഒരു ഫ്യൂവലിനെ കംപ്ലീറ്റ്ലി കത്തിക്കാൻ ആവശ്യമുള്ള എയറിന്റെ റേഷ്യോ. ലെറ്റ്സ് സേ നമുക്ക് 1 ഗ്രാം ഫ്യൂൽ എത്തിയിട്ട് 14.7 ഗ്രാം എയർ ആവശ്യമുണ്ട്. സോ റേഷ്യോ വിൽ ബി 14.7 to 1. അപ്പം ഇനി എളുപ്പമായില്ലേ? ഈ അളവിൽ സാധനം കൊടുത്താൽ പോരാ. നമ്മൾ നന്നായിട്ട് കാല് കൊടുത്ത് പോകുമ്പോൾ ഈ 14.7 എന്ന് പറയുന്നത് ടു മച്ച് എയർ. അവിടെ നമുക്കൊരു 12.5 ഒക്കെ മതി. ബട്ട് ഈ 12.5 എന്ന് പറയുന്നത് ഐഡിലിരിക്കുമ്പോൾ 2 ലോയാ. സോ അവിടെ നമുക്കൊരു 14 ഒക്കെയാണ് ആവശ്യമുള്ള റേഷ്യോ. ഇനി ടെർബോ ഉള്ള വണ്ടിക്കാണെങ്കിൽ ബൂസ്റ്റ് ചെയ്യുമ്പോൾ ആവശ്യമുള്ള റേഷ്യോ അല്ല, ബൂസ്റ്റ് ചെയ്യാത്തപ്പോൾ വേണ്ടേ. സോ ലോങ് സ്റ്റോറി ഷോർട്ട്, നമുക്ക് ഒരു AFR വാല്യൂ അല്ല വേണ്ടത്, നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് AFR വാല്യൂസ് വേണ്ടത്. ഈ ഗ്രൂപ്പ് ഓഫ് AFR വാല്യൂസിന്റെ ടേബിളിനെയാണ് ഫ്യൂവൽ ടേബിൾ അല്ലെങ്കിൽ ഫ്യൂവൽ മാപ്പ് എന്ന് പറയുന്നത്. ഈ ടേബിളിന്റെ ഒരു സൈഡിൽ എഞ്ചിൻ RPM ഉണ്ടാവും, അതുപോലെ മറ്റേ സൈഡിൽ എഞ്ചിന്റെ ലോഡും ഉണ്ടാവും. അപ്പോൾ 2000 RPM ഹൈവേയിൽ നമ്മൾ ആസ്വദിച്ച് ഓടിക്കുമ്പോഴുള്ള AFR വാല്യൂയും അതേപോലെ 2000 RPM ഒരു കയറ്റം കയറുമ്പോൾ AFR വാല്യൂ തമ്മിൽ രാപ്പകൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ഓരോ സിറ്റുവേഷനിൽ ഈ വണ്ടിക്ക് ആവശ്യമുള്ള AFR വാല്യൂസ് നമ്മൾ നേരത്തെ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഈ ടേബിളിൽ. അങ്ങനെ ഫ്യൂവലിന്റെ കേസ് കഴിഞ്ഞു. ഇനി സ്പാർക്ക് കൊടുക്കേണ്ട നേരത്തിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്, കിട്ടേണ്ട നേരത്ത് കൊടുക്കണം. ഇഗ്നിഷൻ ടൈമിങ് ടു ലേറ്റ് ആയിട്ടാണ് നമ്മൾ സ്പാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പിസ്റ്റൺ അപ്പോഴേക്കും താഴത്തോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഉണ്ടാവുന്ന ഫോഴ്സ് മൊത്തത്തിൽ അങ്ങ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ കത്തിയ ഫ്യൂവല് ഫുള്ള് വേസ്റ്റ് ആയി പോയി. ഇനിയിപ്പോൾ നേരത്തെ സ്പാർക്ക് കൊടുക്കാൻ നോക്കിയാലോ, ഈ പിസ്റ്റൺ പൊന്തി വരുന്ന നേരത്തെ ആയിരിക്കും ഈ ഫോഴ്സിനെ ഇടിച്ച് താഴ്ത്താൻ നോക്കുക. സോ ഓപ്പോസിറ്റ് ഫോഴ്സസ് ക്യാൻസൽ ചെയ്തതെന്ന് മാത്രമല്ല എഞ്ചിൻ കംപ്ലീറ്റ്ലി ഔട്ട് ആവാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. സോ എവറിത്തിങ് ഹാവ് ടു ബി അറ്റ് ദ പ്രിസൈസ് ടൈം, നോ മോർ നോ ലെസ്. നോർമലി നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടാനായിട്ട് പിസ്റ്റൺ മുകളിൽ ഇത്തിരി താഴത്തോട്ട് പോകാൻ തുടങ്ങുമ്പോൾ, അതായത് ആ ക്രാങ്കിൻ്റെ റൊട്ടേഷൻ ഒരു 2 ഡിഗ്രി ആയി കഴിയുമ്പോൾ ഫോഴ്സ് കൊടുത്താലാണ് നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടുള്ളൂ. ബട്ട് ഈ 2 ഡിഗ്രിയിൽ നമ്മൾ സ്പാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ തീക്ക് പടരാൻ ഒരു ടൈം കൊടുക്കണ്ടേ. സോ 2 ഡിഗ്രിയിൽ നമ്മൾ സ്പാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 ഡിഗ്രിയിലായിരിക്കും. അപ്പോൾ ഓടണ പട്ടിക്ക് ഒരു മുഴ മുമ്പേ എന്ന് പറഞ്ഞ കണക്ക് നമ്മൾ 2 ഡിഗ്രിയിൽ നമുക്ക് എഫക്റ്റ് വേണമെങ്കിൽ നമ്മൾ നേരത്തെ കൊടുക്കണം. പിസ്റ്റൺ നമുക്ക് 2 ഡിഗ്രിയിൽ നമുക്ക് അതിൻ്റെ ഫോഴ്സ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിസ്റ്റൺ മുകളിൽ എത്രയും മുമ്പേ ഒരു 15 ഡിഗ്രിക്ക് മുമ്പേ നമ്മൾ സ്പാർക്ക് കൊടുക്കണം. ദെൻ അഡ്വാൻസ് ടൈമിംഗ് ഈസ് നീഡ്. ബട്ട് AFR വാല്യൂ പോലെ തന്നെ ഈ ടൈമിങ്ങും ഫിക്സഡ് അല്ല. എഞ്ചിൻ സ്പീഡ് കൂടുതലാണോ, ടൈമിംഗ് ഡിഫറെൻ്റ് ആവും. എയർ ഫ്യൂൽ മിക്സ്ചർ വ്യത്യാസം ഉണ്ടോ, ടൈമിംഗ് ഡിഫറെൻ്റ് ആവും. സോ ഇഗ്നിഷൻ ടൈമിങ്ങിനുണ്ട് ഒരു ടേബിൾ. മാക്സ് ആണ് മൂലം എല്ലാം. അതുകൊണ്ടാണ് ചാക്കോ മാഷ് പറഞ്ഞത് ഭൂമിയുടെ സ്പന്ദനം. പണ്ടൊക്കെ വണ്ടിയിൽ ഡിസ്ട്രിബ്യൂട്ടർ, കാർബറേറ്റർ അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ആയിരുന്നു. അതാകുമ്പോൾ കുറച്ച് സ്ക്രൂ ഒക്കെ തിരിച്ച് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്നിൽ നമ്മൾ കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ എഞ്ചിൻ അടിച്ചു പോകും. എന്തായാലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്നു. നമ്മുടെ പഴയ 800 സെന്റ് ഇതൊക്കെ കാർബറേറ്ററാ, ഒരു കൈ നോക്കണ്ട. ബട്ട് ഇപ്പോൾ ECU ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ECU എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്, അതായത് ഒരു കമ്പ്യൂട്ടർ തന്നെ. നമ്മൾ നേരത്തെ പറഞ്ഞ ടേബിൾസും കാര്യങ്ങളൊക്കെ ECUയിൽ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ECU നമ്മുടെ എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ എപ്പോഴും സെൻസ് ചെയ്തുകൊണ്ട് ഓരോ സിറ്റുവേഷന് ആവശ്യമുള്ള ഫ്യൂവല്, എയർ, അതേപോലെ സ്പാർക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും, കാര്യങ്ങളൊക്കെ പക്കയായിട്ട് നടത്തും. സോ ട്യൂണിംഗ് എന്ന് പറയുമ്പോൾ ഈ ECUയിലുള്ള കോഡിനെ മോഡിഫൈ ചെയ്യലാണ് ട്യൂണിംഗ്. ഒരു ലാപ്ടോപ്പ് എടുത്ത് ഇറങ്ങിയാലോ. ബട്ട് ട്യൂണിംഗ് എന്ന് പറഞ്ഞ ഒരു അനന്ത സാഗരമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ളൂ. 2 സ്റ്റെപ്പ്, ആൻറ്റി ലാഗ്, ലോഞ്ച് കൺട്രോൾ എന്നിവ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഒരു പരിധിയില്ല ട്യൂണിംഗ് വെച്ചിട്ട്. എന്തായാലും കുറച്ചൊക്കെ മനസ്സിലായില്ലേ?